ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ, AJ ക്രിയേഷൻസിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മൾ പരിശോധിക്കുന്നത് 2019 നടന്ന കേരള ഫിനാൻഷ്യൽ കോഡ് ഹയർ എക്സാമിൻ്റെ കുറച്ച് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. അപ്പോൾ ഇത് എപ്പിസോഡ് കേരള ഫിനാൻഷ്യൽ കോഡ് എപ്പിസോഡ് 10 ആണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. The expenditure which is not contemplated in the budget, for which a supplementary state of expenditure should be presented to the legislature, is called new service എന്നാണ്. അതായത് എക്സ്പെൻഡിച്ചർ വിച്ച് ഈസ് നോട്ട് കണ്ടംപ്ലേറ്റഡ് ഇൻ ദ ബഡ്ജറ്റ്, ബഡ്ജറ്റിൽ ആലോചിച്ചിട്ടില്ലാത്ത ഒരു സംഭവമാണ് അല്ലേ ന്യൂ സർവീസ് എന്നുള്ളത്. പിന്നെന്താ, അത് നിയമസഭയിൽ ഷുഡ് ബി പ്രസൻറ്റ് ടു ദ ലെജിസ്ലേറ്റർ, നിയമസഭയിൽ അവതരിപ്പിക്കും വേണം. അപ്പം ഈ എക്സ്പെൻഡിച്ചർ നിയമസഭയിൽ എന്താ പറയുക, ബഡ്ജറ്റിൽ ആലോചിച്ചിട്ടില്ലാത്ത കാര്യമാണ്. അത് നിയമസഭയിൽ അവതരിപ്പിക്കുന്നതാണ്. അതിന് ന്യൂ സർവീസ് എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ് ആർ ബീയിങ് കണ്ടിന്യൂഡ് അഗെയിൻസ്റ്റ് ആൻ ഓഫീസർ അണ്ടർ ദ സർവീസ് റൂൾസ് ഓൺ ദ ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ്, ദ ഓഫീസർ ഈസ് എൻറ്റൈറ്റിൽഡ് ടു ബി പെയ്ഡ്. എന്താണ് ഡിസിപ്ലിനറി പ്രൊസീഡിങ്സിൽ അല്ലെ അച്ചടക്ക നടപടിയിൽ തുടരുന്ന ഒരു ഓഫീസർ റിട്ടയർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് താഴെ കൊടുത്തിരിക്കുന്നതിൽ എന്തിനൊക്കെയാണ് അവകാശമുള്ളത്. അപ്പോൾ അദ്ദേഹം ഓർക്കേണ്ടതെന്ന് വെച്ചാൽ അദ്ദേഹം ഡിസിപ്ലിനറി അച്ചടക്ക നടപടി നേരിടുന്ന ഒരു ഓഫീസറാണ്. അദ്ദേഹത്തിന് എന്തിനാണ് താഴെ കൊടുത്തിരിക്കുന്ന 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണ് അദ്ദേഹത്തിന് അവകാശപ്പെട്ടതെന്നാണ്. പ്രൊവിഷണൽ പെൻഷൻ വിത്ത് ഹോൾഡിംഗ് എൻറ്റയർ DCRG എന്നാണ്. അച്ചടക്കം നേരിടുന്ന ആൾക്ക് എന്താണ് മുഴുവൻ DCRGയും തടഞ്ഞു വെച്ചുകൊണ്ട് കൊടുക്കാതെ അദ്ദേഹത്തിന് പ്രൊവിഷണൽ പെൻഷൻ, താൽക്കാലിക പെൻഷന് അദ്ദേഹത്തിന് കൊടുക്കുക. അദ്ദേഹത്തിന് അർഹനാണ്. പ്രൊവിഷണൽ പെൻഷൻ വിത്ത് ഹോൾഡിംഗ് എൻറ്റയർ DCRG. അച്ചടക്ക നടപടി ഡിസിപ്ലിനറി പ്രൊസീഡിംഗ് തുടരുന്ന ഒരാൾ റിട്ടയർ ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പ്രൊവിഷണൽ പെൻഷൻ വിത്ത് ഹോൾഡിംഗ് എൻറ്റയർ DCRG തടഞ്ഞു വെച്ചുകൊണ്ട് പ്രൊവിഷണൽ പെൻഷൻ കൊടുക്കാം. അതിന് അവകാശപ്പെട്ടാണ്. അടുത്ത് നോക്കാം. ദി കണ്ടിജൻസി ഫണ്ട് ഓഫ് ദ സ്റ്റേറ്റ് ഈസ് ഹെൽഡ് ഓൺ ബിഹാഫ് ഓഫ് ദ ഗവർണർ ബൈ ദ എന്താണ് ഒരു സ്റ്റേറ്റിൻ്റെ കണ്ടിജൻസി ഫണ്ട് ട്രാൻസാക്ഷൻ ഗവർണർക്ക് വേണ്ടി ആരാണ് നിർവഹിക്കുന്നത്? ഗവർണറാണ് കണ്ടിജൻസി ഫണ്ടിൻ്റെ നിർവഹിക്കേണ്ടത് അല്ലേ. അതിന് ഗവർണർക്ക് വേണ്ടി ഒരു സ്റ്റേറ്റിൽ ആരാണ് നിർവഹിക്കുന്നത്? സെക്രട്ടറി ടു ഗവൺമെൻറ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഗവൺമെൻറ് വേണ്ട ഒരു സെക്രട്ടറിയാണ്. സെക്രട്ടറി ടു ഗവൺമെൻറ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറിയാണ് ഗവർണർക്ക് വേണ്ടി കണ്ടിജൻസി ഫണ്ട് അതിൻ്റെ ട്രാൻസാക്ഷൻ അല്ലേ നടത്തുന്നത്. നോക്കാം. എന്താണ് 75% ഓഫ് ദ ഗ്രാൻസ് റിസീവ്ഡ് ബൈ എ ലൈബ്രറി ഷുഡ് ബി യൂട്ടിലൈസ്ഡ് ബൈ ഡാഷ്. എന്താണ് ഒരു ലൈബ്രറിക്ക് ഗ്രാൻഡ് കൊടുക്കും അല്ലേ. ആ ഗ്രാൻഡ് കിട്ടുന്ന ലൈബ്രറി അവർക്ക് 100% ഗ്രാൻഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് 75% 70% ഗ്രാൻഡും എന്തിനു വേണ്ടിയിട്ടാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്? പർച്ചേസ് ഓഫ് ബുക്സ് അല്ലേ, ബുക്ക് വാങ്ങിക്കാനാണ്, പുസ്തകങ്ങൾ വാങ്ങിക്കാനായിട്ടാണ് ലൈബ്രറി 75% തുകയും ചിലവഴിക്കേണ്ടത്. അടുത്ത് നോക്കാം. എന്താണ് വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ് to be borne in mind when setting a running contract for the supply of a dietary articles. എന്താണ് ഡയറ്ററി ആർട്ടിക്കിൾസിൻ്റെ വിതരണത്തിനായി ഒരു റണ്ണിങ് കോൺട്രാക്റ്റ് ഉണ്ടാക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് എന്നാണ് ചോദ്യം. ഡയറ്ററി ആർട്ടിക്കിൾസിൻ്റെ വിതരണത്തിനായി ഒരു റണ്ണിങ് കോൺട്രാക്ട് ഉണ്ടാകുമ്പോൾ എന്താണ് പ്രധാനപ്പെട്ടത്? അതിൻ്റെ ആൻസർ ഇതാണ്. ടെൻഡേഴ്സ് വിത്ത് ഏണസ്റ്റ് മണി ഷുഡ് ബി ഇൻവൈറ്റഡ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ എമൗണ്ട് ഇൻവോൾവ് അല്ലേ. തുക പരിഗണിക്കാതെ തന്നെ ടെൻഡർ ഇൻവൈറ്റ് ചെയ്യണം. തുക പരിഗണിക്കാതെ ടെൻഡർ ഇൻവൈറ്റ് മണി ഷുഡ് ബി ഇൻവൈറ്റ് ഇറസ്പെക്റ്റീവ്, പരിഗണിക്കാതെ തന്നെ എമൗണ്ട് ഓഫ് ഇൻവോൾവ്. അപ്പോൾ അതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഈസ് ദ കോമ്പിറ്റൻറ്റ് അതോറിറ്റി ഫോർ സാങ്ഷനിങ് എക്സ് ഗ്രേഷ്യ പേയ്മെൻറ്റ് ടു ഗവൺമെൻറ് സർവൻറ്റ്സ് സസ്റ്റെയിനിങ് ഇഞ്ചുറീസ് വൈൽ ഓൺ ഡ്യൂട്ടി. എന്താണ് ഡ്യൂട്ടിയിലായിരിക്കുമ്പോൾ അപകടത്തിൽ പരിക്കേറ്റ ഒരു സർക്കാർ ജീവനക്കാരന് കൊടുക്കുന്നതാണ് എക്സ്ഗ്രേഷ്യ പേയ്മെൻറ്റ് അല്ലേ. ആ എക്സ്ഗ്രേഷ്യ പേയ്മെൻറ്റ് അനുവദിക്കുന്നതിന് താഴെ കൊടുത്തിരിക്കുന്നതിൽ അതിൻ്റെ യോഗ്യതയുള്ള അതോറിറ്റി ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? 3 ഓപ്ഷനുണ്ട്. ഗവൺമെൻറ് ഇൻ ദ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് കൺസേൺഡ്, സർക്കാരാണ്. അത് അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഏതാണ് ആ ഡിപ്പാർട്ട്മെൻറ്റ്
ഉത്തരവാദിത്തപ്പെട്ടവരാണ് അത് ചെയ്യേണ്ടത്. അടുത്ത് നമുക്ക് നോക്കാം, എന്താണ് ടു വിച്ച് ഡീറ്റെയിൽ ഹെഡ് ദ എക്സ്പെൻഡിച്ചർ ഓൺ പർച്ചേസ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് സ്റ്റാഫ് കാർസ് ഹാവ് ടു ബി ഡെബിറ്റഡ്. അത് ഓഫീസ് ആവശ്യത്തിന് സ്റ്റാഫിന് കാറുകൾ വാങ്ങിക്കുമ്പോൾ അത് ഏത് ഡീറ്റെയിൽ ഹെഡിലാണ് പരിപാലിക്കുന്നത്? ഓഫീസ് എക്സ്പെൻസിലാണ് അവരുടെ സ്റ്റാഫ് കാർസ് ഓഫീസ് എക്സ്പെൻസസിലാണ് അത് വരുന്നത്. അത് നോക്കാം, എ സബ്ജക്റ്റ് അഡ്മിനിസ്ട്രേറ്റ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓൺ ബിഹാഫ് ഓഫ് ദ യൂണിയൻ ഗവൺമെൻറ് ഈസ് നോൺ ആസ്, നമ്മൾ പഠിച്ചതാണ് അല്ലേ, ഏജൻസി സബ്ജക്റ്റ് ആണ് അല്ലേ. സ്റ്റേറ്റ് ഗവൺമെൻറ് ആർക്ക് വേണ്ടിയിട്ടാണ്? യൂണിയൻ കേന്ദ്ര ഗവൺമെൻറ്റിന് വേണ്ടി സ്റ്റേറ്റ് ഗവൺമെൻറ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അത് ഏജൻസി സബ്ജക്റ്റ് ആണ്. ഫോറിനേഴ്സൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലേ, അത് ഏജൻസി സബ്ജക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് അതോറിറ്റി ഈസ് എംപവേർഡ് ടു എക്സംപ്റ്റ് എനി ഫേംസ് ഓഫ് റെപ്യൂട്ട് ആൻഡ് സ്റ്റാൻഡിങ് ഫ്രം ഫർണിഷിംഗ് ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ്? എന്താണ് ഏണസ്റ്റ് EMD ഏണസ്റ്റ് മണി ഡിപ്പോസിറ്റ് നിക്ഷേപിക്കുന്നതിൽ നിന്നും ഏതെങ്കിലും പ്രശസ്തമായ സ്ഥാപനത്തെ ഒഴിവാക്കാനൊക്കെയുള്ള അധികാരമാർക്കാണ്? ഗവൺമെൻറ് ഓർ അതോറിറ്റി ഓതറൈസ്ഡ് ബൈ ഗവൺമെൻറ് ഓതറൈസ് ചെയ്ത അതോറിറ്റി അല്ലെങ്കിൽ ഗവൺമെൻറ്റിനാണ് അത് ഒഴിവാക്കാനുള്ള, എക്സംപ്റ്റ് ചെയ്യാനുള്ള പവർ, അധികാരമുള്ളത്. അടുത്ത് നോക്കാം, ഇഫ് ദർ ഈസ് എനി ചേഞ്ച് ഓഫ് ദ ഇൻകംബൻറ്റ് ഓർ ദ എമൗണ്ട് ഓഫ് അഡ്വാൻസ് സാങ്ഷൻ ഓൺ വിച്ച് ഡേറ്റ് എവരി ഗവൺമെൻറ് സെർവൻറ്റ് ഹു ഹോൾഡ്സ് എ പെർമനൻറ്റ് അഡ്വാൻസ് ഷുഡ് ഫോർവേഡ് ആൻഡ് അക്നോളജ്മെൻറ്റ് ടു ദ അക്കൗണ്ടൻറ്റ് ജനറൽ. എന്താണ് പെർമനൻറ്റ് അഡ്വാൻസ് സംബന്ധിച്ച ഒരു അക്നോളജ്മെൻറ്റ് ഏജിക്ക് എപ്പോഴാണ് അയക്കേണ്ടത്? അനുവദിച്ച പെർമനൻറ്റ് അഡ്വാൻസ് തുകയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അത് ഏജിക്ക് ഏത് ഡേറ്റിലാണ് അയക്കേണ്ടത് എന്നുള്ളത്. അതിൻ്റെ കറക്റ്റ് ഡേറ്റാണ് പറയുന്നത്, 15th April ആണ് അതിൻ്റെ ആൻസർ, 15th April. അടുത്ത് നമുക്ക് നോക്കാം, എന്താണ് ക്രിയേഷൻ ഓർ അബോളിഷൻ ഓഫ് ആൻ എക്സിസ്റ്റിംഗ് മേജർ ഹെഡ് ഓർ മൈനർ ഹെഡ് ഓഫ് അക്കൗണ്ട് റിക്വയേഴ്സ് ദ സാങ്ഷൻ ഓഫ് ഡാഷ്. നിലവിലുള്ള മേജർ ഹെഡ് ഓർ അല്ലെങ്കിൽ മൈനർ ഹെഡ് ഇല്ലാതാക്കാനോ പുതിയത് കൊണ്ടുവരാനോ ഒക്കെ ആരുടെ അനുമതി ആവശ്യമാണ്? കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, C&AGയുടെ അനുമതി ആവശ്യമാണ്. ഓക്കെ, അടുത്ത ദിവസം നോക്കാം, നമ്മൾ നേരത്തെ പഠിച്ചാണിത്. ഹൗ ദ ഡബിൾ ക്ലെയിം ഓഫ് റീഫണ്ട് ഓഫ് റവന്യൂസ് ഗാർഡഡ് അഗൈൻസ്റ്റ്. എന്താണ് ഹൗ ദ ഡബിൾ ക്ലെയിം ഓഫ് റീഫണ്ട് ഓഫ് റവന്യൂസ് ഗാർഡഡ് അഗെയിൻസ്റ്റ്? എന്താണ് എങ്ങനെയാണ് റീഫണ്ട് ഓഫ് റവന്യൂവിലെ ഡബിൾ ക്ലെയിം സുരക്ഷിതമാകുന്നത്? അതിൻ്റെ ആൻസർ എന്താ? ബൈ നോട്ടിംഗ് ദ പർട്ടിക്കുലേഴ്സ് ഓഫ് റീഫണ്ട് അഗെയിൻസ്റ്റ് ദ ഒറിജിനൽ എൻട്രി ഓഫ് ദ റെസിപ്റ്റ് ഇൻ ദ ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ട്സ്. എന്താണ് ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ട്സിലെ ഒറിജിനൽ എൻട്രിക്ക് അനുസരിച്ചാണ് റീഫണ്ടിൻ്റെ വിശദാംശങ്ങൾ, എൻട്രിക്ക് അനുസരിച്ച് റീഫണ്ടിൻ്റെ വിശദാംശങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടാണ്. ബൈ നോട്ടിംഗ് ദ പർട്ടിക്കുലേഴ്സ് ഓഫ് റീഫണ്ട് അഗെയിൻസ്റ്റ് ദ ഒറിജിനൽ എൻട്രി ഓഫ് ദ റെസിപ്റ്റ് ഇൻ ദ ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ട്സ് എന്നാണ് എൻ്റെ ആൻസർ. Among the following, which items are excluded from the purview of the letter of credit system? താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ among the following, which items are excluded from the purview of the ലെറ്റർ ഓഫ് ക്രെഡിറ്റ് സിസ്റ്റം? ലെറ്റർ ഓഫ് ക്രെഡിറ്റ് സിസ്റ്റത്തിൻ്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയത് താഴെ കൊടുത്തിരിക്കുന്നത് ഏതാണ്? അതിൻ്റെ ആൻസർ എന്താണ്? എ ആണ്, പേയ്മെൻറ്റ് ഓഫ് സാലറീസ് ആൻഡ് വേജസ്. പേയ്മെൻറ്റ് ഓഫ് സാലറീസ് ആൻഡ് വേജസ് ആണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് സിസ്റ്റത്തിൻ്റെ പരിധിയിൽ നിന്നും അത് ഒഴിവാക്കിയിരിക്കുന്നത്. ബാക്കി എല്ലാം ഉള്ളതാണ്. നോക്കാം, ഓൾ ദ അപ്രോപ്രിയേഷൻ ലാപ്സ് അറ്റ് ദ ക്ലോസ് ഓഫ് ദ ഡാഷ്. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ. എല്ലാ അപ്രോപ്രിയേഷനും ലാപ്സ് ആവും എപ്പോഴാണ്? ഫിനാൻഷ്യൽ ക്ലോസ് ഓഫ് ദ ഫിനാൻഷ്യൽ അവസാനിക്കുമ്പോൾ ഓൾ അപ്രോപ്രിയേഷൻ ലാപ്സ് ആവും, എല്ലാ അപ്രോപ്രിയേഷനും ലാപ്സ് ആവും. ദ സോൾ ലീഗൽ അതോറിറ്റി ഫോർ വിഡ്രോവൽ ഓഫ് മണി ഫ്രം ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദ സോൾ ലീഗൽ അതോറിറ്റി ഫോർ വിഡ്രോവൽ ഓഫ് മണി ഫ്രം ദ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് മണി വിഡ്രോ ചെയ്യുന്ന ലീഗൽ അതോറിറ്റി ആരാണ്? അപ്രോപ്രിയേഷൻ ആക്ട് ആണ്. നോക്കാം, ട്രാൻസാക്ഷൻ ഓഫ് ദ ഫോളോയിങ് ടു ഡിപ്പാർട്ട്മെൻറ്റ്സ് ആർ ഡൺ ത്രൂ ദ ചെക്ക് സിസ്റ്റം. വിച്ച് ആർ ദേ? ട്രാൻസാക്ഷൻ താഴെ കൊടുത്തിരിക്കുന്നതിൽ
രണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ ഇത് ചെയ്യുന്നത് ചെക്ക് സിസ്റ്റത്തിനനുസരിച്ചാണ്. ചെക്ക് വഴിയാണ് പണത്തിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അത് വിച്ച് ആർ ദേ, അവർ ആരാണെന്ന് വെച്ചാൽ അത് എന്താണ്, പബ്ലിക് വർക്ക്സ് ആൻഡ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് ഇവർക്ക് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ലെറ്റർ ഓഫ് ക്രെഡിറ്റ് കൊടുത്താലേ അവർക്ക് ചെക്ക് മാറാൻ സാധിക്കുള്ളൂ. എന്ത് കാണേലും അവർക്ക് ചെക്ക് മാറണമെന്നുണ്ടെങ്കിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ലെറ്റർ ഓഫ് ക്രെഡിറ്റ് കൊടുത്താലേ അവർക്ക് മാറുകയുള്ളൂ. അത് കാലാവധി അറിയാലോ, ലെറ്റർ ഓഫ് ക്രെഡിറ്റിൻ്റെ കാലാവധി 3 മാസമാണ്, 3 months ആണ്. അടുത്ത് നോക്കാം. ഡിമാൻഡ്സ് ഫോർ ഗ്രാൻസ് ഈസ് ഫോർ ദ എന്താണ്, ഡിമാൻഡ്സ് ഫോർ ഗ്രാൻസ് ഈസ് ആവശ്യം, ഗ്രാൻഡിലുള്ള ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രോസ് എക്സ്പെൻഡിച്ചർ വിത്തൗട്ട് ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ദ റിക്കവറീസ്. ഗ്രോസ് എക്സ്പെൻഡിച്ചർ വിത്തൗട്ട് ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ദ റിക്കവറീസ്, അല്ലേ, റിക്കവറീസ് കണക്കിലെടുക്കാതെയുള്ള ഗ്രോസ് എക്സ്പെൻഡിച്ചർ, മൊത്തം ചിലവ്, അതാണ് ഡിമാൻഡ്സ് ഫോർ ഗ്രാൻസ്, അല്ലേ പറയുന്നത്. ഗ്രോസ് എക്സ്പെൻഡിച്ചർ വിത്തൗട്ട് ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ദ റിക്കവറീസ്, റിക്കവറീസ് കണക്കിലെടുക്കാതെയുള്ള മൊത്തം ചിലവ്, അതാണ് ഡിമാൻഡ്സ് ഫോർ ഗ്രാൻസ്. നോക്കാം. ഏർണസ്റ്റ് മണി ഡിപ്പോസിറ്റ് EMD മെയ്ഡ് ബൈ ഇൻറ്റൻഡിങ് ടെൻഡറേഴ്സ് ആർ ക്രെഡിറ്റഡ് ടു ഡാഷ്. നമുക്കറിയാം ഈ എന്താണ് EMD എന്താണെന്നറിയില്ല, നിരതദ്രവ്യം എന്ന് പറയും. നമ്മൾ നിരതദ്രവ്യം 1% അടയ്ക്കണം, അല്ലേ. നിരതദ്രവ്യം അടച്ച് ആക്ച്വൽ കോസ്റ്റിൻ്റെ 1% ആണ് EMD എന്ന് പറയുന്നത്. അപ്പോൾ നിരതദ്രവ്യം അടച്ച ഒരു വർക്ക് എടുത്തു, ഇൻറ്റൻറ്റ് ചെയ്ത ഇൻറ്റൻറ്റായി, അല്ലേ, വർക്ക് എടുത്തു ഒരാൾ, ഒരു കോൺട്രാക്ടർ അല്ലെങ്കിൽ ഒരു ടെൻഡർ ആ വർക്ക് എടുത്തു കഴിഞ്ഞാൽ നിരതദ്രവ്യം അടച്ച ആൾ എന്താ പിന്നെ ചെയ്യേണ്ടത്, 5% എന്ത് ചെയ്യണം, 5% എമൗണ്ട് സെക്യൂരിറ്റി ഡെപ്പോസിറ്റായിട്ട് നൽകണം. അതാണ് ചോദിച്ചിരിക്കുന്നത്. ടെൻഡർമാർ ഇവിടെ ക്രെഡിറ്റ് ചെയ്യേണ്ട സെക്യൂരിറ്റി ഡെപ്പോസിറ്റാണ്, അല്ലേ. സെക്യൂരിറ്റി ഡെപ്പോസിറ്റാണ് എൻ്റെ ആൻസർ. As soon as government servant is admitted to the provident fund, account number allotted to him should be noted on the dash. ഒരു സർക്കാർ ജീവനക്കാരൻ സർവീസിലൊക്കെ കയറി, അല്ലേ, ഒരു സർക്കാർ ജീവനക്കാരൻ കയറി, അദ്ദേഹത്തിന് പല അക്കൗണ്ട് നമ്പർ കിട്ടും. അപ്പോൾ PF അക്കൗണ്ട് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഓഫീസിൽ എന്താണ് ചെയ്യേണ്ടത്? റൈറ്റ് ഹാൻഡ് ടോപ്പ് ഓഫ് ദ ഫസ്റ്റ് പേജ് ഓഫ് ദ സർവീസ് ബുക്ക് വിത്ത് റബ്ബർ സ്റ്റാമ്പ് ഓർ റെഡ് ഇങ്ക്. എന്താ, സർവീസ് ബുക്കിൽ ഫസ്റ്റ് പേജിൽ റൈറ്റ് ഹാൻഡ് ടോപ്പായിട്ട് വരുന്ന ഭാഗത്ത് എന്ത് ചെയ്യണം, റബ്ബർ സ്റ്റാമ്പ് ചെയ്യണം, അല്ലെങ്കിൽ റെഡ് ഇങ്കിൽ അത് രേഖപ്പെടുത്തണം. പ്രൊവിഡൻറ്റ് PF അക്കൗണ്ട് നമ്പർ. നോക്കാം. Wages of labours included in the must roll will be forfeited if remain unclaimed. എന്താണ്, ക്ലെയിം ചെയ്യാതെ എത്ര നാൾ തുടരുകയാണെങ്കിൽ മസ്റ്റ് റോളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന തൊഴിലാളികളുടെ വേതനം നഷ്ടമാകും. ജോലി ചെയ്തു, മസ്റ്റ് റോളിലൊക്കെ കയറ്റിയെങ്കിലും വേതനം ക്ലെയിം ചെയ്തിട്ടില്ല, അല്ലേ, സാലറി അവരുടെ വേജസ് ക്ലെയിം ചെയ്തില്ലെങ്കിൽ 3 മാസം കഴിഞ്ഞാൽ എന്ത് പറ്റും, അത് അവർക്ക് നഷ്ടമാകും. അപ്പോൾ അതിൻ്റെ ആൻസർ ഏതാണ്, വിത്തിൻ 3 months, അല്ലേ. വേജസ് ഓഫ് ലേബേഴ്സ് ഇൻക്ലൂഡിംഗ് ദ മസ്റ്റ് റോൾ വിൽ ബി ഫോർഫീറ്റഡ് ഇഫ് റിമെയിൻ അൺക്ലെയിംഡ് വിത്തിൻ 3 months ആണ് എൻ്റെ ആൻസർ. ദി മാക്സിമം എമൗണ്ട് ഓഫ് ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ്, HBA അഡ്വാൻസ് എന്ന് പറയാം, പേയബിൾ ടു ഗവൺമെൻറ് സർവൻറ്റ് ഹൂസ് ആപ്ലിക്കേഷൻ ഈസ് റിസീവ്ഡ് ഇൻ ഓൺ ഓർ ആഫ്റ്റർ 1/4/2016, അല്ലേ, ഈസ് 20 lakhs. മാക്സിമം എമൗണ്ട് ആണ് HBA, അല്ലേ. ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസിന് ഒരു ഗവൺമെൻറ് സർവൻറ്റിന് കൊടുക്കുന്ന മാക്സിമം എമൗണ്ട് വീട് വെക്കാനായിട്ട് കൊടുക്കുന്നത് 20 lakhs ആണ്, 20 ലക്ഷം രൂപയാണ്. അടുത്ത് നോക്കാം. എമംഗ് ദ ഫോളോയിങ് ഓഫീസേഴ്സ് ഹൂസ് ട്രാവലിംഗ് ബിൽസ് റിക്വയർ കൗണ്ടർ സിഗ്നേച്ചർ. താഴെ 3 ABC ആയിട്ട് 3 ഓഫീസർമാരുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ആർക്കാണ് ട്രാവലിംഗ് ബിൽസ് കൗണ്ടർ സിഗ്നേച്ചർ വേണ്ടത്, റിക്വയർ ആണ്. 2 പേർക്ക്, കൊടുത്തിരിക്കുന്ന 2 പേർക്ക് കൗണ്ടർ സിഗ്നേച്ചർ ഇല്ലാതെ തന്നെ ട്രാവലിംഗ് ബില്ല് കൊടുക്കാം, ട്രാവലിംഗ് ബില്ല് പാസ്സാകും. ഒരാൾക്ക് പറ്റത്തില്ല. ആർക്കാണത്? ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ PWD ആണ്. ഇവിടെ തന്നിരിക്കുന്നതിനകത്ത് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ PWD ആണ്. മറ്റേവർക്ക് 2 പേർക്കും അഡീഷണൽ സെക്രട്ടറി ടു ഗവൺമെൻറ്റിനും ഡിസ്ട്രിക്ട് കളക്ടർക്കും കൗണ്ടർ സിഗ്നേച്ചർ വേണ്ട. TA ബിൽസിൽ, ട്രാവലിംഗ് ബിൽസിൽ കൗണ്ടർ സിഗ്നേച്ചർ വേണ്ട. അടുത്ത് നോക്കാം. ദ 5th ആൻഡ് ലാസ്റ്റ് ടയർ ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഗവൺമെൻറ് അക്കൗണ്ട്സ് ഈസ്. 5 ടയർ ഉണ്ട്, 5 ടയർ ഉണ്ടെന്ന് പറഞ്ഞു. ഗവൺമെൻറ് അക്കൗണ്ട്സിൽ ക്ലാസിഫിക്കേഷൻ ഇരിക്കുന്ന 5 എണ്ണമാണ്. അതിൽ 5ാമത്തെ ഏറ്റവും അവസാനത്തേതാണ് ഡീറ്റെയിൽഡ്
ഹെഡാണ്. ആൻസർ ഡീറ്റെയിൽഡ് ഹെഡാണ്. അവിടെ നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടു ബി ടേക്കൺ ബൈ ആൻ ഓഫീസർ ഹു ഹാസ് ടു പർച്ചേസ് സ്റ്റോഴ്സ് ഫോർ ഹിസ് ഓഫീസ്. ഒരു ഓഫീസർ തൻ്റെ ഓഫീസിലെ സ്റ്റോറിലേക്ക് പർച്ചേസ് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ, പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത് എന്താണ്? സ്റ്റോറിലേക്ക് പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ ഒരു ഓഫീസർ ആദ്യം ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് ചെയ്യേണ്ടത്? ടു പ്രിപ്പയർ ആൻ ആനുവൽ ഇൻറ്റൻറ്റ്. ഒരു ആനുവൽ ഇൻറ്റൻറ്റ് തയ്യാറാക്കണം. എൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയണം. ഈ സ്റ്റോഴ്സിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളതാണ് ആനുവൽ ഇൻറ്റൻറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആനുവൽ ഇൻറ്റൻറ്റ് പ്രിപ്പയർ ചെയ്യണം. അടുത്ത നമുക്ക് നോക്കാം. എന്താണ്? ദ ഫസ്റ്റ് റിപ്ലൈ ടു ദ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട്സ് ഓഫ് ദ അക്കൗണ്ടൻറ്റ് ജനറൽ ഷുഡ് ബി സെൻറ്റ്. അതായത് ഒരു ഓഫീസിൽ ഇൻസ്പെക്ഷൻ, AG ഓഫീസിൽ നിന്നുള്ള ഒരു ഇൻസ്പെക്ഷൻ ആൾ വന്നു. ഇൻസ്പെക്ഷനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് അത് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ റിപ്ലൈ നമ്മൾ ഇൻസ്പെക്ഷൻ ചെയ്തിട്ട് അവർ ഒരു റിപ്പോർട്ട് ചെയ്യുമല്ലോ, എന്തൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളും എന്തെങ്കിലും ക്രമക്കേടൊക്കെ ഉണ്ടെങ്കിൽ അതവർ നോട്ട് ചെയ്ത് തരും. അതിനുള്ള റിപ്ലൈ, അതിനുള്ള മറുപടി കൊടുക്കാനുള്ള സമയം, ഫസ്റ്റ് റിപ്ലൈ കൊടുക്കാനുള്ള സമയം ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് ഓഫ് ദ അക്കൗണ്ടൻറ്റ് ജനറൽ അത് എപ്പോഴാണ് സെൻഡ് ചെയ്യേണ്ടതാണ്? വിത്തിൻ 4 weeks ഓഫ് ദ ഡേറ്റ് ഓഫ് റെസീപ്റ്റ് ഓഫ് ദ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട്. ഇൻസ്പെക്ഷൻ റിപ്പോർട്ടിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റ് ഏതാണോ ആ ഡേറ്റ് മുതൽ 4 weeks 4 ആഴ്ചക്കുള്ളിൽ, വിത്തിൻ 4 weeks ഓഫ് ദ ഡേറ്റ് ഓഫ് റെസീപ്റ്റ് ഓഫ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് അപ്പോഴാണ് കൊടുക്കേണ്ടത്. അവിടെ നമുക്ക് നോക്കാം. ഇൻവിറ്റേഷൻ ഓഫ് ടെൻഡർ ബൈ പബ്ലിക് അഡ്വർടൈസ്മെൻറ്റ് ഈസ് കോൾഡ് ഫോർ ഇൻ ദ കേസ് ഓഫ്, അതായത് ഇൻവിറ്റേഷൻ ഓഫ് ടെൻഡർ ബൈ പബ്ലിക് അഡ്വർടൈസ്മെൻറ്റ് അല്ലേ, പത്രങ്ങളിലൊക്കെ പരസ്യം കൊടുക്കും ചില ടെൻഡർ വിളിക്കുമ്പോൾ. അപ്പോൾ അതിന് പറയുന്ന ആ ടെൻഡറിന് പറയുന്ന പേരെന്താണ്? ഓപ്പൺ ടെൻഡർ എന്നാണ് പറയുന്നത് അല്ലേ. ഇൻവിറ്റേഷൻ ഓഫ് ടെൻഡർ ബൈ പബ്ലിക് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നതിന് ഓപ്പൺ ടെൻഡർ എന്നാണ് പറയുന്നത്. അടുത്ത നോക്കാം. സെറിമോണിയൽ പാർട്ട് ഓഫ് ദ ഫങ്ഷൻസ് കണക്റ്റഡ് വിത്ത് ദ ഇനാഗുറേഷൻ ഓഫ് ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് സച്ച് ആസ് ദ ലേയിങ് ഓഫ് ഫൗണ്ടേഷൻ സ്റ്റോൺസ് ഓഫ് പബ്ലിക് ബിൽഡിങ്സ് അല്ലേ. പൊതുവായിട്ടുള്ള ബിൽഡിങ്ങിൽ കല്ലിടലൊക്കെ ഉണ്ടല്ലോ, ഗവൺമെൻറ് ബിൽഡിംഗ് കല്ലിടൽ, പൊതുവായിട്ട് പബ്ലിക് ബിൽഡിങ്സിൽ. ദ ഓപ്പണിംഗ് ഓഫ് കനാൽസിൻ്റെയൊക്കെ ഓപ്പണിങ്, ഇതൊക്കെ ഷുഡ് ബി അറേഞ്ച്ഡ് ബൈ ആരാന്നുള്ളത്. എൻ്റെ ആൻസർ എന്താ? ലോക്കൽ എന്തൂസിയാസ്റ്റ്, പ്രാദേശിക താല്പര്യമുള്ള ആളുകൾ അതാണ് എൻ്റെ ആൻസർ. അറേഞ്ച് ചെയ്യുന്നത് ലോക്കൽ എന്തൂസിയാസ്റ്റ് എന്നാണ്. അപ്പോൾ ഈ എപ്പിസോഡിലെ അവസാനത്തെ 3 ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. എന്താണ്? ദി പവർ ടു റീഅപ്രോപ്രിയേറ്റ് ബിറ്റ്വീൻ മൈനർ ഹെഡ്സ് വിത്തിൻ എ ഗ്രാൻഡ് ഈസ് എക്സ്ക്ലൂസീവ്ലി ദാറ്റ് ഓഫ് ദ, എന്താണ്? ദ പവർ ടു റീഅപ്രോപ്രിയേറ്റ് ബിറ്റ്വീൻ മൈനർ ഹെഡ്സ് വിത്തിൻ എ ഗ്രാൻഡ് ഈസ് എക്സ്ക്ലൂസീവ്ലി ദാറ്റ് അറ്റ് ദ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, അത് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ ആൻസർ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അടുത്ത നോക്കാം. ഇൻ വിച്ച് ഡോക്യുമെൻറ്റ് ഓഫ് ദ ബഡ്ജറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദ പർട്ടിക്കുലേഴ്സ് ഓഫ് ഗവൺമെൻറ് പ്രോപ്പർട്ടീസ് ഓർ അസറ്റ്സ് proposed to be transferred free of cost or sold at concessional rates to outside bodies, institutions or parties included അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? എക്സ്പ്ലനേറ്ററി മെമ്മോറാണ്ടം ഓൺ ദ ബഡ്ജറ്റ്. എക്സ്പ്ലനേറ്ററി മെമ്മോറാണ്ടത്തെക്കുറിച്ചുള്ള പറഞ്ഞില്ല എന്ന് പറഞ്ഞ ഒരാൾ കമൻറ്റ് ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ അദ്ദേഹം ശ്രദ്ധിക്കുക, എക്സ്പ്ലനേറ്ററി മെമ്മോറാണ്ടം ഓൺ ദ ബഡ്ജറ്റിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇൻ വിച്ച് ഡോക്യുമെൻറ്റ് ഓഫ് ദ ബഡ്ജറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദ പർട്ടിക്കുലേഴ്സ് ഓഫ് ഗവൺമെൻറ് പ്രോപ്പർട്ടീസ് ഓർ അസറ്റ്സ് പ്രൊപ്പോസ്ഡ് ടു ബി ട്രാൻസ്ഫേർഡ് ഫ്രീ ഓഫ് കോസ്റ്റ് ഓർ സോൾഡ് അറ്റ് കൺസെഷണൽ റേറ്റ്സ് ടു ഔട്ട്സൈഡ് ബോഡീസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ പാർട്ടീസ്. അതൊക്കെയാണ് ഈ എക്സ്പ്ലനേറ്ററി മെമ്മോ, അതായത് ബജറ്റിനെ കുറിച്ചുള്ള ഒരു വിശദീകരിച്ച മെമ്മോറാണ്ടം എന്നാണ്. അതിനകത്ത് എന്തൊക്കെയാണ്? സർക്കാരിൻ്റെ സ്വത്തുക്കളുടെ വിശദാംശങ്ങൾ കാണിക്കുന്ന, സർക്കാർ സ്വത്തുക്കളുടെ വിശദാംശങ്ങൾ കാണിക്കുന്ന പ്രോപ്പർട്ടി, സർക്കാർ ഗവൺമെൻറ് പ്രോപ്പർട്ടീസ് അല്ലേ, സ്റ്റേറ്റ്മെൻറ്റ്, ഒരു പ്രസ്താവന. പിന്നെന്താണ്? സൗജന്യമായി ആസ്തികൾ കൈമാറാൻ ഉദ്ദേശിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്, സൗജന്യമായിട്ട് ഫ്രീ ഓഫ് കോസ്റ്റ്. എന്താണ്? അസറ്റ്സ് പ്രൊപ്പോസ് ടു ബി ട്രാൻസ്ഫേർഡ് ഫ്രീ ഓഫ് കോസ്റ്റ്, സൗജന്യമായ ആസ്തികൾ കൈമാറാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്. പിന്നെന്താണ്? പിന്നെ അടുത്ത് പറയുന്നത് എന്താണ്? അസറ്റ്സ്, പിന്നെ സോൾഡ് അറ്റ് കൺസെഷണൽ റേറ്റിൽ ടു ഔട്ട്സൈഡ് ബോഡീസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ പാർട്ടീസ് അല്ലേ, പുറത്തുള്ള സ്ഥാപനങ്ങൾക്കോ പിന്നെ പാർട്ടീസിനോ ഒക്കെ ആനുകൂല്യ നിരക്കിൽ, പ്രത്യേക നിരക്കിൽ നൽകുന്നത് സംബന്ധിച്ച സ്റ്റേറ്റ്മെൻറ്റ്. ഇതെല്ലാം എന്തിലാണ് ഉൾപ്പെടുന്നത്? ഇൻക്ലൂഡ് ചെയ്യുന്ന എക്സ്പ്ലനേറ്ററി മെമ്മോറാണ്ടം ഓൺ ദി
ബഡ്ജറ്റിലാണ്. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം ഈ എപ്പിസോഡിൽ. ഓഫ് ദ ഫോളോയിങ് ഐറ്റംസ് ഓഫ് എക്സ്പെൻഡിച്ചർ വിച്ച് ഈസ് നോട്ട് ചാർജബിൾ ഓൺ ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ദ സ്റ്റേറ്റ്. ഇനി പറയുന്ന താഴെ 3 പറയുന്നില്ല, ആ പറയുന്ന ചെലവുകളുടെ ഇനങ്ങളിൽ ഒരെണ്ണം മാത്രം സ്റ്റേറ്റിൻ്റെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും ഈടാക്കാത്തതാണ് ചാർജബിൾ, നോട്ട് ചാർജബിൾ ആണ് കൺസോളിഡേറ്റഡ്. ഏതാണത്? ദ സാലറീസ് ആൻഡ് അലവൻസസ് പേബിൾ ടു ദ ഡയറക്റ്റഡ് ടു ദ അഗ്രികൾച്ചർ. താഴെ പറയുന്ന 3 ഇതാണ് പറഞ്ഞിരിക്കുന്നത് നോട്ട് ചാർജബിൾ ആയിട്ടുള്ളത്. മറ്റേതൊക്കെ ചാർജബിൾ ആണ്. ദ സാലറീസ് ആൻഡ് അലവൻസസ് പേബിൾ ടു ദ ഡയറക്ടർ ഓഫ് ടു ദ അഗ്രികൾച്ചർ. അപ്പോൾ കേരള ഫിനാൻഷ്യൽ കോഡ് എപ്പിസോഡ് 10 നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ കിട്ടാത്ത പുതിയതായിട്ട് വന്ന സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് മുഴുവൻ വീഡിയോ കിട്ടുവാനായിട്ട് ഇതുവരെ നമ്മൾ 40 മുകളിൽ വീഡിയോ എല്ലാ ബുക്സുമായിട്ട് എല്ലാ പേപ്പറും കൂടെ ചേർത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫിനാൻഷ്യൽ കോഡും ഇൻട്രൊഡക്ഷൻ ഇന്ത്യൻ ഗവൺമെൻറ് അക്കൗണ്ടും ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലിൽ AJ ക്രിയേഷൻസ് ആ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കാണിക്കുന്ന, അതായത് കമൻറ്റ് ബോക്സിൽ തൊട്ട് മുകളിൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കാണിക്കുന്നതിൻ്റെ അവിടെ AJ ക്രിയേഷൻസിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്പൺ ആകുന്ന പേജിൽ ഏറ്റവും മുകളിൽ വീഡിയോ എന്ന ഒരു ഭാഗമാണ്. ആ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ AJ ക്രിയേഷൻസിൻ്റെ ഇതുവരെ ചെയ്ത എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.